ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായിട്ട് വന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് കൂലി. കൂലി കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. ഇവിടെ ഒഡീഷയിൽ രാവിലെ 8:30 ഷോ ഉണ്ടായിരുന്നു. സോ അത് ബുക്ക് ചെയ്തു, അത് പോയി കണ്ടതിന് വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ശ്രുതി ഹസന്, നാഗാർജുന, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, സത്യരാജ്, പിന്നെ നമ്മുടെ സ്വന്തം അമീർ ഖാൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് തിയേറ്ററിലൂടെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് കൂലി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ സിനിമയ്ക്ക് വളരെ വളരെ വലിയ ഹൈപ്പ് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കയറി എന്ന് വേണമെങ്കിൽ പറയാം. അനൗൺസ് ചെയ്തൊരു സമയത്തോ അല്ലെങ്കിൽ അതിനൊരു ഇടയിലോ ഒന്നും വലിയൊരു ഹൈപ്പില്ലായിരുന്നു. പക്ഷേ 2 പാട്ടുകൾ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ വന്ന 2 പാട്ടുകൾ റിലീസായപ്പോൾ ഉണ്ടായ ഒരു ഹൈപ്പുണ്ട്. അതുപോലെ തന്നെ ലോകേഷ് കനകരാജിൻ്റെ ഇൻ്റർവ്യൂസിൽ നിന്നുണ്ടായ കുറേ ഹൈപ്പുകളുണ്ട്. അങ്ങനെ തുടങ്ങി അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, അതുപോലെ തന്നെ അമീർ ഖാൻ കൂടി എൻ്റർ ആയി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു സ്കെയിലേ വേറെ ലെവലിലേക്ക് പോയി. സോ അങ്ങനെ വലിയൊരു ഹൈപ്പിൽ വന്നൊരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും. ലോകേഷിൻ്റെ ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് എടുക്കുന്ന പടമാണ് കൂലി എന്ന് പറയുന്ന സിനിമ. ഇത് LCUവിൽ വരുന്നില്ല എന്ന് ഓൾറെഡി പുള്ളി അനൗൺസ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം പുള്ളി ഒരു ലെറ്ററും കൂടി പോസ്റ്റ് ചെയ്തിരുന്നത് LCU അല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമാണ്, ഫോർ മൈ തലവർ എന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ പടം എങ്ങനെ ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ, 2.25 മണിക്കൂർ എടുത്ത് തിയേറ്ററിൽ വലിയ ബോറടികളൊന്നുമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ സിനിമയാണ് കൂലി എന്ന് പറയാൻ സാധിക്കും. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മാസ് സിനിമ എന്ന് പറയുന്നതായിരിക്കും. പക്ഷേ ഈ പടത്തിന് പവർ ഹൗസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഹിന്ദി പതിപ്പിൻ്റെ പേരെന്ന് പറയുന്ന കൂലി ദ പവർ ഹൗസ് എന്ന് തന്നെയാണ്. സോ ഇതിൽ പവർ ഹൗസ് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പവർ ഹൗസിൻ്റെ ആ പവർ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം കുറഞ്ഞു പോയി എന്ന് പറയേണ്ടി വരും. കാരണം വളരെ പയ്യെ, വളരെ സമയമെടുത്ത്, ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് പറയാൻ നല്ലൊരു നീളമുണ്ട്, 1.5 മണിക്കൂർ എടുത്തുണ്ടെന്ന് തോന്നുന്നു. വളരെ പയ്യെ കഥ പറഞ്ഞ് എടുത്ത്, കാരണം ഒരുപാട് കാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് സമയം എടുക്കുന്നുണ്ട് ഒരുപാട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ള മനസ്സിലാവും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഞാൻ കുറച്ചും കൂടി പേസ് പ്രതീക്ഷിച്ചു. എന്നാൽ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണോ പോയത് അതേപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈ പോയിൻ്റ് ആയിട്ട് വന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ അമീർ ഖാൻ്റെ ഒരു എൻട്രിയോടൊക്കെ കൂടി ഉണ്ടാവുന്ന ഒരു ഹൈപ്പുണ്ട്. അതിന് തൊട്ട് മുമ്പും അതിന് ശേഷമൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ചൊരു ഹൈപ്പുണ്ട്. ആ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് തൃപ്തി തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. എന്നാൽ എവിടെയൊക്കെയോ വല്ലാണ്ട് പാളിപ്പോയ പോലെ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേയിലല്ല ഞാൻ പറയുന്നത്, പൊതുവെ ഒരു പടത്തിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ എവിടെയോ വീക്കായി പോയ പോലെ ഒരു തോന്നൽ തോന്നി പലയിടങ്ങളിലും. ഇതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട. ഒരു വലിയ സ്കെയിലാണ് സൺ പിക്ചേഴ്സാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രഹ്മാണ്ഡത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 1-2 ലൊക്കേഷനിൽ വെച്ച് പടം മുഴുവൻ തീർന്നു പോവുകയാണ്. കൂടുതൽ പടത്തിൻ്റെ ഡീറ്റെയിലിങ്സിലേക്ക് ഞാൻ കിടക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, ഒരു മാൻഷൻ നടത്തുന്ന ദേവ എന്ന് പറയുന്ന ഒരാളൊരു മാൻഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ സത്യരാജ് എന്ന് പറയുന്ന ഫ്രണ്ട് മരിച്ചു പോകുന്നതിനെ തുടർന്ന് അവിടെ മരണ വീട്ടിൽ വരികയും, ശ്രുതി ഹാസനാണ് മകള് സത്യരാജിൻ്റെ. സോ അവിടെ വന്നതിന് ശേഷം പുള്ളി അന്വേഷിക്കുകയാണ് പുള്ളി എങ്ങനെയാണ് മരിച്ചത്. അത് അന്വേഷിച്ച് പോകുന്നതോടും കൂടി ഒരു വലിയൊരു ഗ്യാങ്ങിനെ പരിചയപ്പെടുന്നു. ആ ഗ്യാങ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ് പിന്നീടുള്ള സിനിമ. പിന്നെ എങ്ങനെ ഈ സത്യരാജിനെ കൊന്ന ആൾക്കാരെ കണ്ടുപിടിക്കുന്നു, റിവെഞ്ച് എടുക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവസാനം എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ട്വിസ്റ്റുകൾ എന്നൊക്കെ ഉള്ളതാണ് മെയിൻ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള രജനീകാന്തിൻ്റെ പ്രസൻസ് തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അനിരുദ്ധിനെ പറയണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ബട്ട് കിങ്ഡം എന്ന് പറയുന്നൊരു സിനിമ മുമ്പ് ഞാൻ കണ്ടിരുന്നു. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കിട്ടിയ 1% പോലും ഇതിലേക്ക് വന്നില്ല എന്നെനിക്ക് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ടി വരും. ഞാൻ പവർ ഹൗസ് എന്ന് പറഞ്ഞൊരു പാട്ടാണ് ആദ്യം മുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ആ സാധനം തരാതെ വേറെ പല ട്രാക്കുകളുമാണ് പുള്ളിയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ശ്രുതി ഹസൻ എന്ന് പറയാൻ സാധിക്കും. കാരണം നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പുള്ളി ആ ഒരു റോളിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ. അതുപോലെ തന്നെ അടുത്ത നാഗാർജുന, ഓഫ് കോഴ്സ് നാഗാർജുന. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും കടത്തി വെട്ടിയ ഒരാളെന്ന് പറയുന്നത് സൗബിനാണ്. ഒരു സംശയമില്ലാതെ പറയാം. സൂപ്പർ റോളും കൊടുത്തു, അടിപൊളിയായിട്ട് അത് ചെയ്യുകയും ചെയ്തു. ആ റോള് ഗംഭീരമായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. സാധാരണ സിനിമകളിൽ നായകന് ഒരു വില്ലൻ കാണും, എന്നാൽ ഇവിടെ വില്ലനൊരു വില്ലനുണ്ട്. അത് ആരാണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സോ അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വില്ലന് മറ്റൊരു വില്ലൻ, അതൊരു
വെറൈറ്റി സാധനമായിട്ട് തോന്നി. പൊതുവെ മൊത്തത്തിൽ നോക്കുമ്പോൾ എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും ക്യാമറ വൈസ് ആണെങ്കിലും മ്യൂസിക് വൈസ് ആണെങ്കിലും എല്ലാം ഒന്ന് ശാന്തമായ പോലെ ഒരു തോന്നലാണ് തോന്നുന്നത്. അത് എനിക്ക് മാത്രം തോന്നിയൊരു ഫീലാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇനി നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് കണ്ടപ്പോൾ ഇത് വളരെയധികം ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ തോന്നി. ഒരു ഭയാനകത നമുക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. ഒരു ഇൻ്റർവെല്ലാണെങ്കിൽ ഒരു പവർ ഹൗസ് എന്ന് പറയുമ്പോൾ ആ പവർ ഹൗസിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ആ പാട്ടിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ അതിൽ ചാർജ് ആവാൻ വേണ്ടിയാണ് നോക്കിയിരുന്നത്. ക്ലൈമാക്സിൽ മാത്രം കുറച്ചൊരു പോർഷനിലാണ് തന്നത്. അതൊരു ഹൈ തന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് നിസ്സംശയം പറയാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടും അത് എടുത്ത് പറയാൻ പറ്റും. നെഗറ്റീവ്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റിംഗ് സൈഡ് വളരെയധികം ഡയലോഗ്സിലാണെങ്കിലൊക്കെ എവിടേക്കോ അപാകതകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പൂർണ്ണതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇൻകംപ്ലീറ്റ് ആണ്. രജനീകാന്തിൻ്റെ ഓഫ് കോഴ്സ് ഈ ദേവ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ പോലും ഒരു സ്റ്റോറി ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നാഗാർജുന ചെയ്യുന്ന സൈമൺ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടറാണെങ്കിലും എവിടേക്കോ ഒരു ഇൻകംപ്ലീറ്റ് തോന്നുന്നുണ്ട്. ബട്ട് ഒരു സൈമണെ ഒരു പുതിയ രീതിയിൽ കാണാൻ സാധിക്കും. ഐ മീൻ നാഗാർജുനനെ ഒരു പുതിയ രീതിയിൽ കാണാൻ സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും തോന്നുന്നില്ല. സൗബിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പലയിടത്തും കയറി ഇറങ്ങി പോകുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുമുണ്ട്. ഇതൊക്കെയാണ് കുറേ അപാകതകളായിട്ട് വന്നിരിക്കുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. അമീർ ഖാൻ, രജനീകാന്ത്, സത്യരാജ്, നാഗാർജുന, സൗബിൻ, പൂജ ഹെഗ്ഡെ, ഉണ്ണിക്ക ബല്ലൂച്ചി, അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഇതൊക്കെ കാണണം. വലിയ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോവുക. നിരാശപ്പെടുത്തത്തില്ല. ബട്ട് ഒരു സിമ്പിൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിക്കും. മലയാളത്തിൽ പണ്ട് മമ്മൂക്ക അഭിനയിച്ച ഒരു പടമായിട്ടുള്ള കൗരവർ എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ അത് വെറും യാദർശികം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.